പുതുവത്സരത്തെ വരവേൽക്കാൻ അമ്മയോടൊപ്പം ആയിരക്കണക്കിന് ജനങ്ങളാണ് അമൃതപുരിയിലെ ഭജന ഹാളിൽ തിങ്ങിക്കൂടിയത്. അർദ്ധരാത്രിയിൽ പുതുവത്സരത്തിലേക്ക് കടക്കുന്ന സമയത്ത് ലോകശാന്തിക്കായുള്ള പ്രാർത്ഥനയോടെ 2024 അമ്മയുടെ ആദ്യ സന്ദേശമെത്തി. കാലത്തിന്റെ അനന്തമായ ഒഴുക്കിലെ അമൂല്യമായ ഒരു ബിന്ദുവിലാണ് നമ്മൾ. 2023 നമ്മൾ വിട ചൊല്ലുകയും 2024 സ്വാഗതം മോതുകയും ചെയ്യുന്ന നിമിഷം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും കൊണ്ടുവരുന്ന ചിന്തകളും പ്രവൃത്തികളും തിരഞ്ഞെടുത്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യരാശിക്ക് എങ്ങനെയെല്ലാമുണ്ട് എന്ന വീക്ഷണവും അമ്മ പങ്കുവച്ചു. അതേപോലെ വരാൻ പോകുന്ന വർഷം സന്തോഷം, ശാന്തി, സ്നേഹം, ക്ഷേമം, ഐശ്വര്യം തുടങ്ങി ഭൗതികവും ആത്മീയവുമായ എല്ലാ നന്മകളെയും വർഷിക്കുന്ന വർണ്ണമനോഹരമായ ഒരു പുതുവത്സരമാകട്ടെ. കാരുണ്യത്തിലൂടെയും നിസ്വാർത്ഥമായ സ്നേഹത്തിലൂടെയുമാണ് അത് സാധ്യമാകുന്നതെന്ന് അമ്മ ഓർമ്മിപ്പിച്ചു. നമ്മുടെ മുഖങ്ങളിൽ സ്നേഹത്തിന്റെ പുഞ്ചിരി വിരിയട്ടെ, ഹൃദയങ്ങളിൽ കാരുണ്യം നിറയട്ടെ, ബുദ്ധിയിൽ വേഗത്തിന്റെ സൂര്യൻ ഉദിക്കട്ടെ. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സുഗന്ധം പരത്തുന്ന കർമ്മങ്ങൾ കൊണ്ട് പുതുവർഷത്തെ ധന്യമാക്കാൻ ഏവർക്കും കഴിയട്ടെ. പുതിയ മാറ്റങ്ങൾക്കായി ആഗോളതലത്തിൽ പദ്ധതികൾക്ക് മുൻകൈയെടുക്കാനും പുതിയ പദ്ധതികളുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുവാനുമായി വിദ്യാർത്ഥികളെയും പ്രൊഫഷണലുകളെയും പങ്കെടുപ്പിച്ച് മധ്യ മുംബൈ, അന്തേരി ഈസ്റ്റ്, പടിഞ്ഞാറൻ നഗരപ്രാന്തങ്ങൾ എന്നിവിടങ്ങളിലെ യൂത്ത് വോളണ്ടിയർമാർ അയുത് ഓറിയന്റേഷൻ പരിപാടി സംഘടിപ്പിച്ചു. ഫരീദാബാദ് അമൃത ആശുപത്രിയിൽ നടന്ന പരിപാടിയിൽ 6 അമൃതശ്രീ സ്വയം സഹായ സംഘങ്ങൾക്കായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 40 തയ്യൽ മെഷീനുകൾ സംഭാവനയായി നൽകി. ഫരീദാബാദിന് സമീപമുള്ള 50 ഗ്രാമങ്ങളിലെ സ്ത്രീകൾക്കിടയിൽ തൊഴിൽ നൈപുണ്യം വളർത്തിയെടുത്ത് അവരെ സ്വയം പര്യാപ്തരാക്കാൻ ലക്ഷ്യമിട്ടാണ് മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്നത്. ചടങ്ങിൽ 100ഓളം സ്ത്രീകൾ പങ്കെടുത്തു. SBIയിലെയും ഹരിയാന ഗവൺമെന്റിലെയും പ്രധാന വ്യക്തികളെ പങ്കെടുപ്പിച്ച് വൊക്കേഷണൽ ട്രെയിനിങ്ങിലെ വിവിധ മേഖലകളിലൂടെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനുള്ള കൂടുതൽ പദ്ധതികളെക്കുറിച്ചും പരിപാടി ചർച്ച ചെയ്തു. ചെറുകഥകളിലൂടെയും ലളിതമായ ഉദാഹരണങ്ങളിലൂടെയും എല്ലാവരെയും ആകർഷിക്കത്തക്കതായ അമ്മയുടെ ചെറു സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പരിപാടിയാണ് ഫ്രം അമ്മാസ് ഹാർട്ട്. പുതുവർഷം നിന്ദിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഉത്സാഹവും ഉന്മേഷവുമാണ്. എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 5-ന് അമ്മയുടെ യൂട്യൂബ് ചാനലിൽ 20ലേറെ ഭാഷകളിലുള്ള സബ് ടൈറ്റിലുകളിലൂടെയാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ അയുധിന്റെ ആശ്വാസ് പദ്ധതിയുടെ ഭാഗമായി സ്നേഹവും പുഞ്ചിരിയുമായി അയുധ് അംഗങ്ങൾ എന്ന സന്ദേശവുമായി ഡൽഹി, NCR, പൂനെ, മുംബൈ, അഹമ്മദാബാദ്, ഭുവനേശ്വർ, കൊൽക്കത്ത ചാപ്റ്ററുകളിൽ കമ്പിളി വസ്ത്രങ്ങളും പുതപ്പുകളും ശേഖരിച്ച് വൃദ്ധസദനങ്ങളിലും ഗ്രാമങ്ങളിലുമുള്ള ആളുകൾക്ക് വിതരണം ചെയ്തു. കൊയ്തെടുത്ത ധാന്യങ്ങൾ ആദ്യമായി പാകം ചെയ്യുന്ന ദിവസം എല്ലാ വീടുകളിലും ആഘോഷമാണ്. അമൃതപുരി ആശ്രമത്തിൽ വിവിധ ആചാരങ്ങളോടെ പൊങ്കൽ ആഘോഷിച്ചു. പൊങ്കൽ എന്നാൽ നിറഞ്ഞു കവിയുക എന്നർത്ഥം. മനുഷ്യന് പ്രകൃതിയോടും പ്രകൃതിക്ക് മനുഷ്യനോടുമുള്ള സ്നേഹം കവിഞ്ഞു തൂവുന്ന സമയമാണ് പൊങ്കൽ. നല്ല ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മനുഷ്യൻ പ്രകൃതിയെ സന്തോഷിപ്പിക്കുന്നു. സമൃദ്ധമായ വിളവിലൂടെ പ്രകൃതി മനുഷ്യനെ അനുഗ്രഹിക്കുന്നു. വിശ്വത്തിന്റെയും വ്യക്തിയുടെയും മനസ്സുകൾ നിറഞ്ഞു കവിഞ്ഞ് ഒന്നാകുന്നു. അതിന്റെ അടയാളമാണ് പൊങ്കൽ, അമ്മ പറയുന്നു. ഇന്ത്യൻ ആർമിയുടെ പിന്തുണയുള്ള CLAW സോൾ ഓഫ് സ്റ്റീൽ പര്യവേക്ഷണ സംഘത്തിനായി ഉത്തരാഖണ്ഡിലെ ഗംശാലയിൽ ഇന്റഗ്രേറ്റഡ് അമൃത മെഡിറ്റേഷൻ ടെക്നിക് IAM ദ്വിദിന ശില്പശാല നടത്തി. ശാന്തമായ ഹിമാലയൻ പശ്ചാത്തലത്തിൽ തണുത്തുറഞ്ഞ താപനിലകളിൽ വച്ച് പങ്കെടുത്ത 23 പേരുടെ മാനസിക ക്ഷമതയും ധ്യാനവും കേന്ദ്രീകരിച്ചായിരുന്നു ശില്പശാല നടത്തിയത്. ഏറ്റവും ഉയരം കൂടിയ സ്ഥലങ്ങളിലെ സൈനിക ശൈലീ പ്രവർത്തനങ്ങൾക്കായി പങ്കെടുത്തവരുടെ സഹിഷ്ണുതയും മാനസിക വ്യക്തതയ്ക്കും ശില്പശാല മുൻതൂക്കം നൽകി. തമിഴ്നാട്ടിലെ രാമേശ്വരത്തുള്ള അമൃത വിദ്യാലയത്തിൽ മാതാ അമൃതാനന്ദമയി മഠം ട്രഷറർ സ്വാമി രാമകൃഷ്ണാനന്ദപുരിയും
മറ്റ് ആശ്രമ പ്രതിനിധികളും ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഊഷ്മളമായി സ്വീകരിച്ചു. സ്വീകരണത്തിന് ശേഷം രാമേശ്വരത്തെ രാമനാഥ സ്വാമി ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിലും രാമായണ പാരായണത്തിലും മുഴുകി പ്രധാനമന്ത്രി ദർശനം നടത്തി. അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠയുടെ വെബ്കാസ്റ്റ് കാണാൻ അമൃതപുരിയിൽ അമ്മയോടൊപ്പം ഭക്തർ ഒത്തുകൂടി. ധർമ്മത്തിന്റെ പുനരുജ്ജീവനത്തിന്റെ സുപ്രധാന നിമിഷത്തിന് സാക്ഷികളായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മാതാ അമൃതാനന്ദമയി മഠത്തിലെ സ്വാമിമാർ പങ്കെടുത്തു. സ്വാമിജിയുടെ അഭിമുഖങ്ങൾ ദേശീയ മാധ്യമങ്ങളിലും പല ഭാഷകളിലുമുള്ള മാധ്യമങ്ങളിലും സംപ്രേഷണം ചെയ്തിരുന്നു. കാരണം ഭാരതത്തിൻ്റെ തനതായ സംസ്കാരം എന്ന് പറയുന്നത് ആധ്യാത്മികതയാണ്, സനാതനമായ ആധ്യാത്മിക സംസ്കാരമാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എപ്പോഴൊക്കെ മാറി നിന്നിട്ടുണ്ടോ, അതിൽ നിന്ന് എപ്പോഴൊക്കെ നമ്മുടെ ജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ അകന്നു പോയിട്ടുണ്ടോ, അപ്പോഴൊക്കെ ഈ മണ്ണിനും ഇവിടുത്തെ ജനങ്ങൾക്കും ഒക്കെ ഒരുപാട് ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു രാജ്യം, ഭാരതം എന്ന് മാത്രമല്ല, ഏത് രാജ്യമാണെങ്കിലും ആ രാജ്യത്തിന് അതിൻ്റെ തനതായ ഒരു സംസ്കാരമുണ്ട്, തനതായ ഒരു സ്പന്ദനമുണ്ട്. അവരുടെ മനസ്സുകളിലൊരു പ്രത്യേക രീതിയിൽ ശ്രുതി ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ ശ്രുതി ചേർന്ന് നിൽക്കുന്ന ആ സംസ്കാരത്തിൽ നിന്ന് ഏത് രാജ്യവും മാറിപ്പോയാൽ ആ രാജ്യത്തിന് വളർച്ചയുണ്ടാകില്ല. അപ്പോൾ വളർച്ച, പുരോഗമനം, വികാസം എന്ന് പറയുന്നത് ആധ്യാത്മികമായും ഭൗതികമായുമുള്ള വളർച്ചയാണ്. ബാലരൂപം എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പ്രാധാന്യമുള്ളത് എല്ലാ കുഞ്ഞുങ്ങൾക്കും പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ് നിഷ്കളങ്കത, ഒരു അത്ഭുതം, ലോകത്തിനെ കാണുന്ന ഒരു അത്ഭുതത്തോടുകൂടിയാണ്. പിന്നെ സ്നേഹം, ഒരു നിശ്ചയദാർഢ്യം. 365 ദിവസം നടക്കാൻ ശ്രമിച്ചു, ഒരു 3000 തവണ ഞാൻ വീണു, അതുകൊണ്ട് ഇനി ഞാൻ നടക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊരു കുഞ്ഞും പറയില്ല. അപ്പം അത്രമാത്രം നിശ്ചയദാർഢ്യവും ഈ സ്നേഹം, നിഷ്കളങ്കത എന്നീ ഗുണങ്ങളും കുഞ്ഞിനുണ്ട്. അതുകൊണ്ട് ഈ ബാലരൂപം അങ്ങനെ ഒരു വലിയ സന്ദേശം ലോകത്തിന് നൽകുന്നുണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിന് വളരെ ആവശ്യവുമാണ്. അമ്മയുടെ ശ്രീരാമ ഭജനകളോടെയാണ് അമൃതപുരിയിൽ ചടങ്ങ് ആഘോഷിച്ചത്. കളിമൺ വിളക്കുകൾ തെളിച്ച് അമ്മയുടെ നേതൃത്വത്തിൽ വിശ്വശാന്തി പ്രാർത്ഥനകളോടെ ദിനാചരണം സമാപിച്ചു. ശ്രീരാം ജയ് ശ്രീരാം. ഭാരതത്തിന്റെ 75ാം റിപ്പബ്ലിക് ദിനം അമൃതപുരിയിൽ ആഘോഷിച്ചു. സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി ഭാരതമാതാവിനോടുള്ള കടമ ഊന്നി പറഞ്ഞുകൊണ്ട് രാജ്യസ്നേഹികളുടെ ത്യാഗങ്ങളെ മാനിക്കാനും മാതൃകകളായി ജീവിക്കാനും അമ്മ തന്റെ സന്ദേശത്തിൽ ആഹ്വാനം ചെയ്തു. ചടങ്ങിൽ ആശ്രമ അന്തേവാസികൾക്കും ഭക്തർക്കും പുറമെ CRPF ജവാന്മാർ, സുരക്ഷാ ഗാർഡുകൾ, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. പുതുവർഷം ആഘോഷിക്കാനായി 30-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 120-ലധികം അയുത് അംഗങ്ങൾ അമൃതപുരിയിൽ ഒത്തുചേർന്നു. ഇത് 2019 ശേഷമുള്ള ആദ്യത്തെ ഒത്തുചേരലായി. അയുത് യൂറോപ്പിന്റെ 20ാമത്തെയും അമേരിക്കയുടെ 10ാമത്തെയും വാർഷികങ്ങളോടനുബന്ധിച്ച് വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. COVID-19 ശേഷം അമ്മയുമായുള്ള അയുത് അംഗങ്ങളുടെ ഈ ആദ്യ സംഗമം സേവനം, സാമൂഹിക പ്രതിബദ്ധത, ആത്മവിചിന്തനം എന്ന വിഷയങ്ങളിൽ കൂടുതൽ ഉൾക്കാഴ്ച നൽകിയെന്ന് പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. അമൃതപുരി ആശ്രമത്തിലേക്ക് അയുത് പൂനെയിലെ 35 അംഗങ്ങൾ നടത്തിയ യാത്ര സാങ്കേതിക വിദ്യയുടെയും സേവനത്തിന്റെയും ആത്മീയതയുടെയും സമന്വയത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള അമ്മയുടെ സ്നേഹ സംരംഭങ്ങളെക്കുറിച്ചും ആധ്യാത്മിക പ്രവർത്തനങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള വീക്ഷണം നൽകി. മാനുഷിക സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള ചർച്ചകൾ, ബീച്ച് യാത്രകൾ, റീസൈക്ലിംഗ് സെന്ററിലെയും ഓർഗാനിക് ഗാർഡനുകളിലെയും സുസ്ഥിര പരിശീലനങ്ങളെക്കുറിച്ചുള്ള പഠനം, അമ്മയുമൊത്തുള്ള ധ്യാന, സത്സംഗ, ഭജന ദർശനാനുഭവങ്ങൾ എല്ലാം യാത്രയുടെ ഭാഗമായിരുന്നു. തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ പ്രളയബാധിത കുടുംബങ്ങൾക്ക് മാതാ അമൃതാനന്ദമയി മഠം അവശ്യ സഹായം നൽകി. 12 ഗ്രാമങ്ങളിലായി ഏകദേശം 8800 കുടുംബങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്തു.
ശ്രീവൈകുണ്ഠം, തിരുക്കുസിലുക്കൻപട്ടി എന്നിവയുൾപ്പെടെയുള്ള ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി. തൂത്തുക്കുടി അമൃത വിദ്യാലയം, ഭാരതരത്ന കാമരാജർ സ്കൂൾ, ചാണ്ടി ITI സ്കൂൾ എന്നിവിടങ്ങളിലായി മാതാ അമൃതാനന്ദമയി മഠം നടത്തിയ സഹായ വിതരണം നിരവധി പേർക്ക് ആശ്വാസമായി. ഈ സംരംഭത്തിൽ ശ്രദ്ധേയരായ പ്രമുഖരുടെ പങ്കാളിത്തമുണ്ടായി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമൂഹത്തിന് സഹായങ്ങൾ എത്തിക്കുക എന്നത് മഠത്തിന്റെ പ്രതിബദ്ധതയാണെന്ന് സ്വാമി രാമകൃഷ്ണാനന്ദപുരി ചടങ്ങിൽ പറഞ്ഞു. ലെപ്പാവിർണയിലെ അലാപിഹ മാനറിൽ ഫിൻലൻഡിലെ ആദ്യത്തെ അമ്മ സെന്റർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്വാമി ശുഭാമൃതാനന്ദപുരി അധ്യക്ഷത വഹിച്ചു. അമ്മയുടെ ആഗോള ശൃംഖലയുടെ ഒരു ഘടകമായ ഈ പുതിയ കേന്ദ്രം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ആത്മീയ വികാസത്തിന് എല്ലാവർക്കും പ്രാപ്യമായതും പാരിസ്ഥിതിക പ്രവർത്തനങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്നതുമായ ഈ കേന്ദ്രം ഒരു ആശ്രമമെന്ന ഫിൻലൻഡിലെ അമ്മയുടെ മക്കളുടെ വളരെ കാലത്തെ ആഗ്രഹത്തിന്റെ ഫലമാണ്. അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിലെ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ പി രാം മനോഹറിനെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിന്റെ പാർട്ട് ടൈം അംഗമായി 4 വർഷത്തേക്ക് നിയമിച്ചു. ആയുഷ് മേഖലയിലെ പ്രൊഫഷണൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള റെഗുലേറ്ററി അതോറിറ്റിയായി NCISM പ്രവർത്തിക്കുന്നു. അക്കാദമിക് നിലവാരം വിലയിരുത്തുന്നതിനും സ്ഥാപനങ്ങൾക്ക് അംഗീകാരം നൽകുന്നതിനും നയങ്ങൾ രൂപീകരിക്കുന്നതിനും മറ്റു ചുമതലകൾക്കിടയിൽ മെഡിക്കൽ രജിസ്ട്രേഷന്റെ മേൽനോട്ടം വഹിക്കുന്നതിനും ഇതിന് ഉത്തരവാദിത്തമുണ്ട്. അമൃത വിശ്വവിദ്യാപീഠം ജനുവരിയിൽ സംഘടിപ്പിച്ച 4 ദിവസത്തെ അമൃത റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ സിമ്പോസിയം ഫോർ എക്സലൻസ് ശ്രദ്ധേയമായി. ആഗോള വെല്ലുവിളികൾക്കുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനും പരസ്പര സഹകരണത്തിലൂടെ ആഗോള സമാധാനത്തിന് സ്നേഹത്തിലൂടെയും കാരുണ്യത്തിലൂടെയും ഊന്നൽ നൽകുന്നതിനുമുള്ള ഒരു കൂട്ടായ്മയാണിത്. സുസ്ഥിര വികസനത്തിന് ശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്താനുള്ള അമ്മയുടെ വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ സംഘടിപ്പിച്ച സിമ്പോസിയത്തിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പിലെ മുതിർന്ന ഉപദേഷ്ടാവും കേന്ദ്ര സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് റിസർച്ച് ബോർഡ് സെക്രട്ടറിയുമായ ഡോക്ടർ അഖിലേഷ് ഗുപ്ത, അമേരിക്കയിലെ ബഫല്ലോ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് വൈസ് പ്രസിഡന്റും പ്രൊഫസറുമായ ഡോക്ടർ വേണു ഗോവിന്ദരാജു തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തു. സ്റ്റാൻഫോർഡ് സർവകലാശാലയുടെ മികച്ച 2% ശാസ്ത്രജ്ഞരുടെ പട്ടികയിൽ ആഗോള അംഗീകാരം നേടിയ അമൃതയിലെ 24 ഗവേഷകരെ അമൃത ഇന്നൊവേഷൻ ആൻഡ് റിസർച്ച് അവാർഡ് 2024 നൽകി അമ്മ അനുമോദിച്ചു. ആന്തരിക വളർച്ച, സ്നേഹം, കാരുണ്യം എന്നിവയ്ക്കൊപ്പം ഭൗതിക വിജ്ഞാനത്തെയും സമതുലിതമാക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത അടിവരയിട്ട് പറയുകയും ചെയ്തു. വിദ്യാഭ്യാസത്തിൽ വിശാല മനസ്കതയും ചിന്താപൂർവമായ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ടുള്ള ഏകാരോഗ്യം, പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ പ്രധാന തീമുകൾ എറൈസിൽ ചർച്ച ചെയ്തു. പൊങ്കൽ, മകരസംക്രാന്തി ഉത്സവങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും ആഹ്ലാദത്തോടെ ആഘോഷിച്ചു. പരമ്പരാഗത ആവേശത്തോടെയും സാംസ്കാരിക പരിപാടികളോടെയും അവയെ അടയാളപ്പെടുത്തി. ജനുവരി 20 അമൃത ക്യാമ്പസുകളിൽ ലോകമെമ്പാടുമുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. അമൃത പൂർവ്വ വിദ്യാർത്ഥി സമൂഹത്തിന്റെ വിശാലവും വൈവിധ്യപൂർണവുമായ ശൃംഖലയുടെ ശക്തി അറിയിക്കുന്നതായിരുന്നു സംഗമം. 2024 തുടക്കത്തിൽ നടന്ന ഇവന്റിൽ നേരിട്ടും ഓൺലൈനായും പങ്കാളിത്തം ലഭിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളും അവരുടെ കുടുംബങ്ങളും വിവിധ സ്ഥലങ്ങളിൽ ഒത്തുചേർന്നപ്പോൾ അത് ശ്രദ്ധേയമായ ഒരു സംഗമമായി മാറി. ഇന്ത്യയുടെ 75ാമത് റിപ്പബ്ലിക് ദിനം അമൃത ക്യാമ്പസുകളിലുടനീളം ആവേശത്തോടെ ആഘോഷിച്ചു. ക്യാമ്പസുകളിൽ ഐക്യത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും പ്രതീകമായ ദേശീയ പതാക ഉയർത്തി. ഈ ആഘോഷം ദേശീയ അഭിമാനത്തിന്റെ ആത്മാവിലേക്ക് സമൂഹത്തെ ഒരുമിച്ച് കൊണ്ടുവരുന്നതായി. ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിൽ സങ്കൽപ് പദ്ധതിയിലെ നേട്ടങ്ങൾ അംഗീകരിച്ച് ഇന്ത്യയിലുടനീളമുള്ള അമൃത സങ്കൽപ് കേന്ദ്രങ്ങളിലെ വിദ്യാർത്ഥികളെ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം ആദരിച്ചു. അവർ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായും NSDC ഉദ്യോഗസ്ഥരുമായും സംവദിച്ചു.
നൈപുണ്യ പരിശീലനം, ശാക്തീകരണം എന്നീ ലക്ഷ്യങ്ങളോടെയുള്ള പദ്ധതി സ്വന്തമായി ബിസിനസ് ആരംഭിക്കുന്ന സ്ത്രീകളിൽ ഉണ്ടാക്കിയ സ്വാധീനത്തെപ്പറ്റി അവർ വിവരിച്ചു. കേരളത്തിലുടനീളമുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ലൈഫ് സയൻസസിൽ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സ്കൂൾ ഓഫ് ബയോടെക്നോളജിയുടെ നേതൃത്വത്തിൽ DBT സ്കിൽ വിജ്ഞാൻ സെന്റർ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഭാരത സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജി, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെന്റ് എന്നിവയുമായി ചേർന്ന് അമൃതപുരി ക്യാമ്പസിൽ തുടങ്ങുന്ന കോഴ്സുകളുടെ ഉദ്ഘാടനം ജനുവരി 29 നടന്നു. KSCSTE കേരള നോഡൽ ഓഫീസർ ഡോക്ടർ ഷാരിക AR, കേരള യൂണിവേഴ്സിറ്റിയിലെ ക്ലിഫ് ഡയറക്ടർ ഡോക്ടർ GM നായർ, അമൃത യൂണിവേഴ്സിറ്റി പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ്, അമൃത സർവകലാശാലയിലെ സ്കൂൾ ഓഫ് ബയോടെക്നോളജി ഡീൻ ഡോക്ടർ ബിപിൻ നായർ, പ്രൊഫസർ സുദർശ് ലാൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ജീൻ ക്ലോണിംഗ്, പ്രോട്ടീൻ എക്സ്പ്രഷൻ, ലിക്വിഡ് ക്രോമോട്ടോഗ്രഫി, ബയോമോളിക്യൂളുകളുടെ മാസ് സ്പെക്ട്രോമെട്രി, ഫാറ്റ് ആപ്ലിക്കേഷനുകളും ആന്റി മൈക്രോബയൽ പ്രതിരോധവും എന്നീ വിഷയങ്ങളിലാണ് പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഫരീദാബാദിലെ അമൃത കോളേജ് ഓഫ് നഴ്സിംഗിലെ BSc ആദ്യ സംഘം നഴ്സിംഗ് വിദ്യാർത്ഥികൾ അവരുടെ 1ാം വാർഷികം ആഘോഷിച്ചത് ശ്രദ്ധേയമായി. ക്യാമ്പസിലെ ഓൺസൈറ്റ് തൊഴിലാളികളുടെ കുട്ടികൾക്കായുള്ള പാഠശാലയിൽ തങ്ങളുടെ സമയം സമർപ്പിച്ചുകൊണ്ടായിരുന്നു അവരുടെ വ്യത്യസ്തമായ വാർഷികാഘോഷം. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ആരോഗ്യ വിദ്യാഭ്യാസ അവബോധം സൃഷ്ടിക്കുന്നതിനായുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഹരിയാനയിലെ നവാഡ, സിധോല, കൻവാര, മാന്ദാവാലി, ബാദ്ഷാപൂർ, നചൌലി, ടിഗാവ്, പാൽ വാലി, ബൈൻസ്രാവാലി ഗ്രാമങ്ങൾ, കേരളത്തിലെ കാസർഗോഡ്, എറണാകുളം, നീലേശ്വരം, കാഞ്ഞങ്ങാട്, കൂത്തുപറമ്പ്, തൃശൂർ, കൊടുങ്ങല്ലൂർ, ഓച്ചിറ, വരാപ്പുഴ, തേവർക്കാട്, പിടല, കൊയിലാണ്ടി, കോഴിക്കോട്, വടകര, ശൂരനാട്, കൊല്ലം, മുനമ്പം, തമിഴ്നാട്ടിലെ പാലമേട്, മധുര തുടങ്ങിയ ഗ്രാമങ്ങളിൽ നിന്നുള്ള 1000-ലധികം സ്ത്രീകൾ അമൃത സർവകലാശാലയുടെ നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് വിജയകരമായി ബിരുദം നേടി. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുടെ സങ്കല്പ പദ്ധതിയുടെ ഭാഗമായി അവർ ടൈലറിംഗ്, എംബ്രോയിഡറി, ബ്യൂട്ടീഷ്യൻ സ്കിൽസ് എന്നീ കോഴ്സുകൾ പൂർത്തിയാക്കി. സ്ത്രീകളെ തൊഴിലധിഷ്ഠിത നൈപുണ്യത്തോടെ ശാക്തീകരിക്കാനും സ്വന്തം ബിസിനസ് ആരംഭിക്കാനും സാമ്പത്തിക വികസനത്തിന് സംഭാവന നൽകാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു. തിരുവനന്തപുരത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംഘടിപ്പിച്ച 98ാമത് ഇന്ത്യ മെഡിക്കൽ കോൺഫറൻസിൽ ഗ്രൂപ്പ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ പ്രേം നായർക്ക് ഗ്ലോബൽ എക്സലൻസിനുള്ള തരംഗ് ഗോൾഡൻ ഓണർ നൽകി കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരിച്ചു. അമ്മയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡോക്ടർ പ്രേം നായർ വൈദ്യശാസ്ത്രത്തിന് നൽകിയ ശ്രദ്ധേയമായ സംഭാവനകൾക്കുള്ള അംഗീകാരമായി അത്. ഇന്ന് ആതുര ശുശ്രൂഷ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ സംരംഭവും കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജുമായ അമൃത ഹോസ്പിറ്റൽസിന്റെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നതിൽ ഡോക്ടർ പ്രേം നായർ നിർണായക പങ്കാണ് വഹിക്കുന്നത്. കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിൽ 2 അത്യാധുനിക സ്പെഷ്യലൈസ്ഡ് ക്ലിനിക്കുകൾ ആരംഭിച്ചു. ആദ്യത്തേത് സാർക്കോയിഡോസിസ് ക്ലിനിക്കും രണ്ടാമത്തേത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി തുടങ്ങുന്ന ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് ക്ലിനിക്കും. ഇത് ശ്വാസകോശ ആരോഗ്യ സംരക്ഷണത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിക്കാൻ ആരോഗ്യരംഗത്തെ പ്രാപ്തമാക്കുമെന്ന് അമൃത ഹോസ്പിറ്റൽ അറിയിച്ചു. ശ്വാസകോശത്തെ ബാധിക്കുന്ന കോശജ്വലന രോഗമായ സാർക്കോയിഡോസിസ്, ടിഷ്യൂ വീക്കത്തിനും പാടുകൾക്കും കാരണമാകുന്ന ശ്വാസകോശാവസ്ഥകൾ എന്നിവയുടെ സങ്കീർണതകൾ പരിഹരിക്കാനാണ് ഈ ക്ലിനിക്കുകൾ ലക്ഷ്യമിടുന്നത്. മരുന്നുകൾ മുതൽ ശ്വാസകോശ മാറ്റിവെക്കൽ വരെയുള്ള ചികിത്സകൾക്കൊപ്പം വെല്ലുവിളികൾ നിറഞ്ഞ ശ്വാസകോശാവസ്ഥകൾക്ക് പ്രത്യേക പരിചരണം നൽകാനുമായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ ക്ലിനിക്കുകൾ കൃത്യമായ രോഗനിർണയത്തിനും ഫലപ്രദമായ മാനേജ്മെന്റിനും പ്രതീക്ഷ നൽകുന്നു. മറയൂർ വനം വകുപ്പിന്റെയും കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സഹകരണത്തോടെ കൊച്ചി അമൃത ആശുപത്രി ആദിവാസി വിഭാഗങ്ങൾക്കായി മറയൂരിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ECG, എക്സ്റേ, രക്തപരിശോധന എന്നിവയുൾപ്പെടെ സൗജന്യ രോഗനിർണയ പരിശോധനകളും ടെലിമെഡിസിൻ സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു. സൗജന്യമായി മരുന്നുകളും വിതരണം ചെയ്തു. ഇതിനു പുറമെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സമീപ പ്രദേശങ്ങളിലെ കുടുംബങ്ങൾ സന്ദർശിച്ച് പോഷകാഹാര നില വിലയിരുത്തുകയും അവരുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റൽ
ഡൗൺ സിൻഡ്രോം ബാധിച്ച കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമായി സമർപ്പിച്ചിരിക്കുന്ന ഹൃദയസ്പർശിയായ പരിപാടിയായ അമൃതാംഗനം വ്യത്യസ്തതയെ പുണരാം എന്ന പരിപാടി സംഘടിപ്പിച്ചു. കേരളത്തിലെ 50-ലധികം കുട്ടികളും അവരുടെ കുടുംബങ്ങളും ആഘോഷത്തിൽ പങ്കുചേർന്നു. ഡൗൺ സിൻഡ്രോമിനുള്ള സവിശേഷമായ വെല്ലുവിളികളെയും പരിചരണ രീതികളെയും കുറിച്ച് രക്ഷിതാക്കൾക്കായി വിദഗ്ധരുടെ നേതൃത്വത്തിൽ സെഷനുകൾ സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ സണ്ണി വെയിനിന്റെ സാന്നിധ്യത്താൽ ദിവസം ശ്രദ്ധേയമായി. കുട്ടികളോട് അദ്ദേഹം സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. സുധാമയി ശ്രീറാമിനെ പോലുള്ള ഡൗൺ സിൻഡ്രോം ബാധിച്ച വ്യക്തികളുടെ പരിപാടികളും സംഘടിപ്പിച്ചു. ഫരീദാബാദിലെ അമൃത ഹോസ്പിറ്റലിൽ 64 19 വയസ്സുള്ള 2 രോഗികളുടെ കൈമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തി. ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ ശസ്ത്രക്രിയ ആരോഗ്യരംഗത്ത് വലിയ നാഴികക്കല്ലായി. മുമ്പ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ഡൽഹിയിൽ നിന്നുള്ള 64-കാരനായ ഗൗതം തയാൽ വൃക്ക മാറ്റിവെക്കലിന് ശേഷം കൈ മാറ്റം ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെയാളും ആഗോളതലത്തിൽ രണ്ടാമനുമായി. മസ്തിഷ്ക മരണം സംഭവിച്ച 40-കാരനായ താനെ സ്വദേശി ദാദാവിൽ നിന്ന് വ്യാവസായിക അപകടത്തിൽ കൈ നഷ്ടപ്പെട്ട തയാലിലേക്ക് കൈ മാറ്റിവെക്കുന്നത് 2023 ഡിസംബർ അവസാനം 17 മണിക്കൂറോളം നീണ്ടുനിന്ന ശസ്ത്രക്രിയകളിലൂടെയായിരുന്നു. മെഡിക്കൽ സയൻസിന്റെ പുരോഗതിക്കും അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള ആശുപത്രിയുടെ പ്രതിബദ്ധതയ്ക്ക് ഈ മഹത്തായ ശ്രമം അടിവരയിട്ടു. ജനനത്തിൽ നിന്ന് വേർപിരിയാതെ എന്ന സമീപനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ഫരീദാബാദിലെ അമൃത ഹോസ്പിറ്റൽ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ മദർ നിയോനെറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആരംഭിച്ചു. നവജാത ശിശുമരണ നിരക്കും രോഗാതുരതയും കുറയ്ക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച കങ്കാരു മദർ കെയർ രീതി ജനിച്ചയുടനെ നടപ്പിലാക്കുന്നതിനാണ് ഈ നൂതന യൂണിറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശിശുമരണങ്ങളും അണുബാധകളും കുറയ്ക്കുക, ഹൈപ്പോധർമിയ പോലുള്ള സങ്കീർണതകൾ ലഘൂകരിക്കുക, നേരത്തെയുള്ള ബന്ധവും മുലയൂട്ടലും പ്രോത്സാഹിപ്പിക്കുക, അതുവഴി ആശുപത്രിവാസം കുറയ്ക്കുക എന്നിവയാണ് MNICUവിന്റെ KMC പ്രയോഗം ലക്ഷ്യമിടുന്നത്. ശ്വസന സഹായം ആവശ്യമുള്ള ശിശുക്കൾക്ക് പ്രത്യേക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് സുരക്ഷയും പ്രത്യേക പരിചരണ പരിതസ്ഥിതിയിൽ തുടർച്ചയായ നിരീക്ഷണവും ഉറപ്പാക്കുന്നു. കൊച്ചി അമൃത ഹോസ്പിറ്റൽ പീഡിയാട്രിക് ന്യൂറോളജി, പീഡിയാട്രിക് റൂമറ്റോളജി, പീഡിയാട്രിക് ബ്രോങ്കോസ്കോപ്പി എന്നിവയിൽ കോൺഫറൻസുകൾ നടത്തി. ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സിന്റെ 61ാമത് ദേശീയ സമ്മേളനമായ പിഡികോൺ 2024ന്റെ ഭാഗമായി കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റൽ ന്യൂറോളജി ഇൻ ഓഫീസ് പ്രാക്ടീസ് എന്ന വിഷയത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. പരിപാടിയിൽ 100-ലധികം ഡോക്ടർമാർ പങ്കെടുത്തു. ദേശീയ അന്തർദേശീയ വിദഗ്ധർ വിവിധ പീഡിയാട്രിക് ന്യൂറോളജിക്കൽ അസുഖങ്ങളെപ്പറ്റി പ്രഭാഷണങ്ങൾ നടത്തി. കേസ് അധിഷ്ഠിത സെഷനുകൾ, EEG, ന്യൂറോ ഇമേജിംഗ്, ന്യൂറോ ഇലക്ട്രോഫിസിയോളജി എന്നിവയിൽ തത്സമയ ക്ലാസുകൾ എന്നിവയും സംഘടിപ്പിച്ചു. യൂറോപ്പിൽ നിന്നുള്ള പ്രൊഫഷണൽ പരിശീലനം നേടിയ ക്ലൗൺ ഡോക്ടർമാരുടെ സന്ദർശനത്തെ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലെ രോഗികളും ജീവനക്കാരും കൗതുകത്തോടെ സ്വാഗതം ചെയ്തു. കോമാളി വേഷം ധരിച്ചെത്തിയ ഈ സംഘം രോഗികൾക്ക് മുന്നിലെത്തി അവരെ ചിരിപ്പിക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചപ്പോൾ രോഗികൾ വേദനകൾ മറന്ന് പുഞ്ചിരിച്ചു. സംഗീതം, മാജിക്, മറ്റ് ആകർഷകമായ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ഈ പ്രത്യേക പരിപാടി രോഗികൾക്കും കുടുംബങ്ങൾക്കും ജീവനക്കാർക്കും ഒരുപോലെ ചിരിയും ആശ്വാസവും നൽകി. കേവലം വിനോദം എന്നതിലുപരി ഈ ക്ലൗൺ ഡോക്ടർമാർ ആരോഗ്യ പരിപാലന ക്രമീകരണത്തിൽ നർമ്മത്തിന്റെ സ്വാധീനത്തെപ്പറ്റിയും വിവരിച്ചു നൽകി. CPR, പാമ്പുകടി ചികിത്സ, അപകട പ്രഥമ ശുശ്രൂഷ എന്നിവയുൾപ്പെടെ അത്യാവശ്യ അടിയന്തര മെഡിക്കൽ നടപടിക്രമങ്ങൾ ഉൾക്കൊള്ളുന്ന എമർജൻസി മെഡിസിൻ വകുപ്പിന്റെ സമഗ്രമായ പുസ്തകം ഫസ്റ്റ് എയ്ഡ് ഗൈഡ് പ്രശസ്ത നടൻ മോഹൻലാൽ പ്രകാശനം ചെയ്തു. കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ നടന്ന പ്രകാശന ചടങ്ങിൽ സപ്പോർട്ട് സർവീസസ് മേധാവി ശിവ കെ ഋഷിക്ക് ആദ്യ കോപ്പി സമ്മാനിച്ചു.